വേറെ ഏതെങ്കിലും മതത്തിനെ പെർസിക്യൂഷൻ ചെയ്യാനെങ്കിൽ കാണാം നമുക്കില്ലേ? പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലേ? ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനികളെ കത്തിച്ചൊരിച്ച പോലെ വേറെ ഏതെങ്കിലും മതഭാഗത്തെ കത്തിച്ചൊരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഭാരതം മുഴുവൻ കത്തിച്ചേനെ. ശരിയല്ലേ? പക്ഷെ ക്രിസ്ത്യാനിയെ കത്തിച്ചു. ക്രിസ്ത്യാനി അച്ഛന് തുണിയില്ലാതെ തെരുവിലൂടെ വലിച്ചെറിച്ചു കൊണ്ടുപോയി. സന്യാസിമാരെ അവഹേളിച്ചു. ക്രിസ്ത്യാനികളെ കുഴിയിൽ ജീവനോടെ കുഴിച്ചിട്ടു, കത്തിച്ച് ചാമ്പലാക്കി. എന്നിട്ട് നമ്മൾ അതുപോലെ അവരോട് പ്രതികരിച്ചോ? പ്രതികരിക്കുന്നില്ല. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലവ്. അപ്പൊ ഇതിന്റെ ഒരു വലിയ രഹസ്യമാണ് ഈശോ നമ്മളെ കൂടെ കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം, നമ്മൾ പരിചയമുള്ളവർക്ക് സലാം പറയണം, ഗ്രീറ്റ് ചെയ്യണം. അതിലല്ല, നമ്മളെ വിരോധമുള്ള, നമ്മളെ സ്നേഹിക്കാത്ത ആളുകളെ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ അവരെ സ്നേഹിക്കണം. അതാണ് പ്രമാണത്തിലെ ഏറ്റവും പ്രധാന പ്രമാണം. അതുകൊണ്ടാണ് ഈശോ നിഴലാം നിയമം നീക്കി നൂതന നിയമം പാലിച്ചവനാം ശ്രീകായുടെ മാതൃക. അപ്പൊ എന്താണ് ഈ 10 പ്രമാണങ്ങൾ പാലിച്ചാൽ പോരാ. യേശു നൽകിയ പ്രമാണം എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ആ സ്നേഹത്തിന്റെ പ്രമാണത്തിൽ ഈ 10 പ്രമാണങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ സ്നേഹത്തിന്റെ പ്രമാണം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാതെ ക്രിസ്തു നമ്മളിൽ ഉരുവാകില്ല. ക്രിസ്തു ഉരുവാകുന്നത് കാൽവരിയിൽ നിന്നും ഒഴുകിയ ആ ഒഴുക്ക്, ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും സ്നേഹത്തിന്റെ ഉദാശയാണ്. ആ സ്നേഹം നമ്മളിലെ, ആ സ്നേഹമാണ് പ്രധാന വിഷയം. ആ സ്നേഹത്തിന് വലിയ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കണം. സമയമായെങ്കിലും ഞാൻ പെട്ടെന്നൊരു ഡേവിഡ് വിൽക്കിൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഡേവിഡ് വിൽക്കിൻസിന്റെ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ നോവൽ. അത് സിനിമയായി. അതിനകത്തെ പ്രധാന വിഷയം നിക്കി ക്രൂസ് എന്ന ഒരു ഭീകരൻ, അണ്ടർവേൾഡ് ഭീകരൻ, ന്യൂയോർക്കിലെ ഡേവിഡ് വിൽക്കിൻസ് എന്ന ഒരു എവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷ പ്രഘോഷകന് കർത്താവ് സന്ദേശം കൊടുക്കുകയാണ്, നീ ഈ ഭീകരനായ നിക്കി ക്രൂസിനോട് പോയിട്ട് ദൈവവചനം പറഞ്ഞ് അവനെ മാനസാന്തരപ്പെടുത്തണം. He was the non-terrorist. അനേകം കൊലപാതകങ്ങൾ ചെയ്ത വലിയ ഭീകരനായ നിക്കി ക്രൂസിന്റെ അടുത്ത് അങ്ങനെ ഡേവിഡ് വിൽക്കിൻസൺ നടന്ന സംഭവം. പ്രാർത്ഥിച്ച് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇവരുടെ അണ്ടർവേൾഡ് സങ്കേതം കണ്ടുപിടിച്ച് നിക്കി ക്രൂസിന്റെ ഗുഹയിൽ ഡേവിഡ് കടന്നു. നിക്കി ക്രൂസ് കണ്ട വഴി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കത്തി, വളരെ മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഒരു വീശിയപ്പോഴേക്കും ഡേവിഡ് വിൽക്കിൻസിന്റെ കോട്ടെല്ലാം മുറിഞ്ഞ് കഷ്ണമായി. എന്നിട്ട് പറഞ്ഞു, if you move one more step, I will cut you to pieces. ഇപ്പോൾ ഡേവിഡ് ദൈവസ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് പറയുകയാണ്, if you cut me to pieces, every piece of my body will shout out, Jesus loves you. If you cut me to pieces, every piece of my life will cry out, Jesus loves you. ഇത് കേട്ടപ്പോൾ നിക്കി ക്രൂസിന്റെ ആത്മാവിൽ വലിയ ചലനമുണ്ടായി. നിക്കി ക്രൂസിലേക്ക് ദൈവസ്നേഹം ഇരച്ചു കയറി. നിക്കി ക്രൂസിന്റെ കയ്യിൽ നിന്നും കഠാരം താഴെ. That was the moment of conversion of that great man. And he became later on
a great evangelist. The power of now. നമ്മളോട് കമാൻഡ്മെന്റിനേക്കാൾ കൂടുതൽ പറയുന്നത് is the power. God's love has such a power to transform this world. New York Times says a man who do not even have one piece of coat and M.K. Gandhi moved millions in India into an everlasting love. How could he move the heart of millions? A man who had no visible possession. A man who had not even had a coat. ഒരു നഗ്നനായിട്ട് ഒരു ധോത്തി മാത്രം കൊടുത്ത് അത് കൂടാതെ ഒന്നുമില്ല. അയാൾ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ജയിച്ചു. With one power, with the power of the word of Jesus, with the power of love, which prompted him to resist not evil. നമ്മൾ ഈവിളിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ it is like the ball bouncing up. ഇത് നമ്മുടെ ഓരോ വീട്ടിലും ഓരോ മണിക്കൂറിലും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. റെസിസ്റ്റ് നോട്ട്. നമ്മൾ ഇപ്പോൾ ഉടനെ അതിനെ കറക്റ്റ് ചെയ്യാറ്. ഡോണ്ട് റെസിസ്റ്റ് അറ്റ് ദാറ്റ് മോമെന്റ്. കുട്ടികളിലായാലും അവരെന്തെങ്കിലും ചെയ്തു ഉടനെ കൊടുത്തു, ഉടനെ അവരെ കറക്റ്റ് ചെയ്തു, ഉടനെ അവരെ ശാസിച്ചു. ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. കാരണം നമ്മൾ പഠിച്ചേക്കുന്നത് ഒന്നുള്ളതിന് ഒലക്ക കൊണ്ട് അടിക്കണം എന്നൊക്കെയാണ് പഠിച്ചേക്കുന്നത് ബൈബിൾ. നമ്മൾ കേൾക്കുന്നത് അത് അടിച്ച് പഠിപ്പിക്കണം അവർ. പക്ഷെ ഇവിടെ അതിന് നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മൾ സ്നേഹത്തിന്റെ നിയമത്തിലൂടെ കുടുംബത്തിൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആകും. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ കുടുംബസ്ഥാനത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഈ നിയമങ്ങളുടെ അർത്ഥത്തിൽ ഈ രീതിയിൽ നമ്മൾ മനനം ചെയ്യണം. നമ്മളുടെ ദാമ്പത്യ ബന്ധം, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഒന്നാമത്തെ ആ 3 കൽപ്പനകൾ, പിന്നെയുള്ള 7 കൽപ്പനകൾ, നമ്മൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം, അങ്ങനെ മറ്റു ബന്ധങ്ങൾ. എന്നാൽ അതിൻ്റെ ഏറ്റവും വഴി ഈ സ്നേഹത്തിന്റെ നിയമം നമ്മൾ പാലിക്കുന്നുണ്ടോ? പെട്ടെന്നൊരു കാര്യം കൂടി എൻ്റെ ഉള്ളിൽ വരികയാണ്. അച്ഛന്മാരുടെ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ കുമ്പസാരത്തിന് ഒരുക്കുകയാണ് ഞാൻ. കുമ്പസാരത്തിന് അച്ഛന്മാരെ ഒരുക്കിയിരിക്കണത് ഒരച്ഛൻ ഇന്ന് കരയുക, ഒച്ചിൽ കരയുക. അത് സാധാരണ അച്ഛന്മാരൊക്കെ നമുക്ക് അറിയാത്തതാണ്. കരച്ചിൽ വന്നാലും അവര് പതുക്കനെ ഒതുക്കി മാറിപ്പോവുള്ളൂ. പരസ്യമായിട്ട് അവരിങ്ങനെ കരയില്ല. പക്ഷെ അച്ഛന്മാർ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ എല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസോ ഒരു ഇതായിട്ട് തോന്നി. അത് കഴിഞ്ഞ് അച്ഛൻ കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാൻ ഞാൻ വെരി സോറി, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തതിനോട് ക്ഷമിക്കണം. ഇറ്റ് വാസ് സോ അൺകൺട്രോളബിൾ എന്നിട്ട് പറയാം. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വാട്ട് വാസ്. അദ്ദേഹം പറയായിരുന്നു, ഞാൻ കുമ്പസാരത്തിന് എൻ്റെ പാപത്തെ കുറിച്ച് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവെ എന്നെ പാപബോധം നൽകണേ, എൻ്റെ പാപങ്ങളെ എനിക്ക് കാണിച്ചു തരണേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഒരു വശം. അപ്പോൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം കർത്താവിനോട് പറയുകയാണ്, നിന്റെ അയൽവക്കത്തുള്ള ആ ഹിന്ദു കുടുംബത്തിലെ ആ വിധവ 1 മാസമായി രോഗിയാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അവരെ പോയി കണ്ടില്ല? അച്ഛനന്തം ഒരിക്കലും അച്ഛനങ്ങനെ ചിന്തിച്ചില്ല. നമ്മളുടെ ആളൊന്നുമല്ല. പക്ഷെ ആ വിധവ അല്ലെങ്കിൽ ആ സ്ത്രീ രോഗിയാണെന്ന് അറിയാം, പക്ഷേ പോയില്ല. അതങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് തൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചു. ഇത്രയും സെൻസിറ്റീവാണ് ഈ പരസ്നേഹത്തിന്റെ മേഖല. സ്നേഹമുള്ളവർ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സമയം കഴിഞ്ഞില്ലേ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, കുമ്പസാരത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. ദൈവത്തിന്റെ കൃപാവരത്തിലേക്ക് വിശുദ്ധിയിലൂടെ പ്രവേശിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ. പശ്ചാത്താപത്തിന്റെ കൃപ നൽകണമേ. വിശുദ്ധി ഈ വിശുദ്ധി എന്നുള്ള കാര്യം ആരംഭിക്കുമ്പോൾ നിങ്ങൾ പുസ്തകം നോക്കണ്ട,
കണ്ണടച്ച് ആ വരികൾ ഹൃദയത്തിൽ നമ്മൾ ചലനമുണ്ടാകട്ടെ. വചനമാകുന്നത് വരും. കണ്ണടച്ച് ആ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുക. ഈശോ നാളെ നിങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കും. കുമ്പസാരത്തിലൂടെ പുതിയ വ്യക്തികളായിട്ട് മാറും. ഒരു പെട്ടെന്ന് സമയമില്ല, 5 മിനിറ്റ് കൂടെ എടുക്കാം. 5 മിനിറ്റില്ല, 3 മിനിറ്റ്. ഇപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഉൾക്കാഴ്ച, വാട്ട് ഹാവ് യു ബെനിഫിറ്റഡ്? പെട്ടെന്നൊന്നും ചിന്തിച്ചിട്ട് 1-2 പേര് വന്നു ഒരു 2-3 വാക്ക് പറഞ്ഞാൽ വലിയ നീട്ടി പറയണം. ദിസ് പർട്ടിക്കുലർ പോയിന്റ് ടച്ച്ഡ് മീ. ഒന്ന് ഇവിടെ വന്ന് പറയണം. ഈ ഇന്ന് കേട്ട ക്ലാസ്സുകളിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ചത് എന്താണ്? What was the point which highlighted you or touched you? ബ്രദർ പറഞ്ഞ വിശുദ്ധ കുരിശ് നമ്മൾ എല്ലാ ദിവസവും 1-2-3 പ്രാവശ്യം ചെയ്യുന്നതാണ്. അത് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ബ്രദർ പറഞ്ഞ ഞാന്, ശത്രു എന്നുള്ളത്, പിന്നെ ദൈവം, അത് വളരെ ടച്ചായിരുന്നു. അതെന്നും മനസ്സിലോർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബ്രദറിവിടെന്ന് പറയുകയുണ്ടായി. അതായത് വളരെയധികം ആൾക്കാരെ ധ്യാനിപ്പിക്കുകയും അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ ധ്യാനിപ്പിക്കുകയും അവർക്ക് തിരുവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു വാക്ക് എന്നെ വളരെ എന്നിലൊരു ബോധ്യമുണ്ടാക്കുകയാണ്. സാധാരണ എല്ലാവർക്കും, അതായത് ഒരു സാധാരണക്കാരനെ കൊണ്ട്, മാമോദിസ സ്വീകരിച്ച ഒരു സാധാരണക്കാരനെ കൊണ്ട് എല്ലാവർക്കും ധ്യാനിപ്പിക്കുവാനായിട്ടും അച്ഛന്മാരെയും മെത്രാന്മാരെയും ധ്യാനിപ്പിക്കുവാനായിട്ട് കഴിയുന്നു എന്നത് എത്രയോ മഹത്വമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ഓരോ ഒരാളെങ്കിലും വേണം. അപ്പോൾ കൈകാര്യം തന്നെ ആദ്യം നമുക്ക് അതിനെ
ഫലമായി മുന്നോട്ട് വരണം എന്നതാണ് സഭയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കാര്യം. യെസ്. എനിക്ക് ബ്രദർ പറഞ്ഞത് ധ്യാനത്തില് ആ വൈദ്യൻ അറിയുന്ന കരഞ്ഞ കാര്യമാണ്. ഉദവയായ ഒരു സ്ത്രീ, ഒരു ഹിന്ദു സ്ത്രീ എന്നെ സഹായിക്കാൻ പറ്റാതിരുന്നുണ്ട്. ഞാനതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അങ്ങനെ നോക്കിയാൽ എത്രയോ കാര്യങ്ങൾ, വലിയ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അത് വലിയ പാപമാണെന്നുള്ളൊരു ബോധ്യത്തിനുണ്ടായി. എനിക്ക് ഉദാഹരണം പറയാണെങ്കിൽ, ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരാൾ എന്നെ സഹായിക്കണം പറഞ്ഞത് എന്നെ അടുത്ത് വന്നു. ഞാൻ അന്നേരം മൊബൈൽ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരം കഴിഞ്ഞ് ആ മനുഷ്യനെ കണ്ടില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടു. എങ്കിലും എനിക്ക് അദ്ദേഹത്തെ സഹായിക്കണം ആഗ്രഹം കൊണ്ട് സഹായിക്കാൻ പറ്റി. പിന്നീട് വേറൊരാളെന്ന് പറഞ്ഞു ആ ആളെ സഹായിക്കുന്നത് അദ്ദേഹം ഒരു മദ്യപാനിയാണ്. അപ്പം എനിക്ക് സന്തോഷമായി. പിന്നീട് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വേറൊരാളെ പറഞ്ഞു അദ്ദേഹത്തിന് കഴുത്തിൽ ക്യാൻസർ ഉള്ളത്. അതുകൊണ്ട് അത്